യെസ്, കൊച്ചി എയർപോർട്ടിലാണുള്ളത്. നമ്മൾ ഒരു അവാർഡ് വാങ്ങിക്കാനായിട്ട്, ലൈഫിൽ ഏറ്റവും വലിയൊരു അവാർഡ് വാങ്ങാൻ പോവാണ് കേട്ടോ. ഫുൾ ഫാമിലി ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഹായ്. യെസ്, അപ്പോൾ നമ്മൾ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഇൻഡിഗോയുടെ ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നേരെ ചെന്നൈയിൽ നിന്ന് കൊൽക്കട്ട ഒന്ന് ഫുള്ള് ഫാമിലി ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഇത്തവണത്തെ യാത്ര എന്ന് പറയുന്നത്. ഇതിൽ വേറൊരു സർപ്രൈസ് എന്ന് പറയുന്നത് എൻ്റെ മോൻ്റെയും എൻ്റെ അമ്മയുടെയും രണ്ടുപേരുടെയും ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിപ്പോൾ അമ്മയാണെങ്കിലും അപ്പനാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും ബ്രദേഴ്സ് ആണെങ്കിലും ഒക്കെ. അല്ലാതെ അവർ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ കഴിയുമ്പോൾ അവരുടെ സ്വത്തിനു വേണ്ടി ഓടുന്നതല്ല കേട്ടോ ലൈഫ് എന്ന് പറയുന്നത്. കൊൽക്കട്ടയിൽ വന്നിറങ്ങിയാൽ ആദ്യം തന്നെ ചൂസ് ചെയ്യുന്നത് യെല്ലോ ടാക്സി. ഇനി എത്ര കാലം ഇതിൽ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ഇതിന് കൊടുക്കും. കൊൽക്കട്ടയിൽ മാത്രം കണ്ടുവരുന്ന കൊൽക്കട്ടയുടെ രാജകീയ പ്രൗഢിയുള്ള ആ ഒരു വണ്ടി, കൊൽക്കട്ടയുടെ സ്വന്തം യെല്ലോ ടാക്സി. ഇങ്ങനെ ഒരു വിൻഡോ എന്ന് ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അറിയത്തുപോലും ഇല്ലായിരിക്കും കേട്ടോ. പണ്ട് ഞങ്ങളൊക്കെ ഈ കാറിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അന്ന് AC ഒന്നും ഇല്ലല്ലോ, അപ്പോൾ അന്ന് കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് വണ്ടി ഓടുന്നത്. ഈ കാർ കണ്ടിട്ടുണ്ടോ? ഇതാണ് അംബാസിഡർ കാർ. അപ്പനൊക്കെ നിന്റെ അത്ര ഉള്ളപ്പോൾ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഒരു കാർ മാത്രമേ റോഡിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് പണ്ടത്തെ കാർ സ്റ്റീരിയോ. കാർ സ്റ്റീരിയോ എന്ന് പറഞ്ഞാൽ കാസറ്റ് ഇടുന്ന സാധനമാണ്. ഇതിപ്പോൾ അത് മാറി USB ആയി. ഇതാണ് ഇതിൻ്റെ മീറ്റർ. ഈ മീറ്റർ അനുസരിച്ചിട്ടാണ് പണ്ട് കാശ് കൊടുക്കുന്നത്. ഇനി ഈ കാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? 3 പേർക്ക് ഇരിക്കാം. ഫ്രണ്ടിലും 3 പേർക്ക് ഇരിക്കാം, ബാക്കിലും 3 പേർക്ക് ഇരിക്കാം. ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സെക്കൻഡ് സ്റ്റാൻഡേർഡ് തൊട്ട് പഠിക്കുന്ന വിക്ടോറിയ മെമ്മോറിയലിൻ്റെ ഫ്രണ്ടിലാണ്. ഫസ്റ്റ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കൊൽക്കത്തയിലെ വിക്ടോറിയ മെമ്മോറിയലിലാണ് കേട്ടോ. യെസ്, അപ്പോൾ 50 റുപ്പീസിൻ്റെ ടിക്കറ്റും എടുത്ത് നമ്മൾ കൊൽക്കത്തയിലുള്ള വിക്ടോറിയ മെമ്മോറിയൽ കാണാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഈ കെട്ടിടം കാണുമ്പോൾ നമുക്ക് താജ്മഹലിൻ്റെയൊക്കെ ഏകദേശം ഒരു സാമ്യം തോന്നും അല്ലേ? എന്നാൽ അതിലൊരു ചെറിയ സ്റ്റോറി ഉണ്ട്. അതായത് താജ്മഹലിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച രാജസ്ഥാനിലെ അതേ മക്രാന ക്വാറിയിൽ നിന്നാണ് കെട്ടിടം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മാർബിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്യൂൻ എംപറസ് ഓഫ് ഇന്ത്യ, അതാണ് നമുക്കിവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കൊൽക്കത്തയിലുള്ള ഒരു മാർബിൾ നിർമ്മിത സ്മാരകമാണ് വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ. 1906 to 1921 കാലഘട്ടത്തിലാണ് ഇതിന്റെ നിർമ്മാണം നടന്നത്. വിക്ടോറിയ രാജ്ഞിയുടെ സ്മരണാർത്ഥം നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു സ്മാരകം ഇപ്പോൾ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള ഒരു മ്യൂസിയവും ടൂറിസ്റ്റ് കേന്ദ്രവും കൂടിയാണ്. 64 ഏക്കർ വിസ്തൃതിയുള്ള വിശാലമായ പൂന്തോട്ടങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന വെളുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഗംഭീരമായ കെട്ടിടമാണ് വിക്ടോറിയ മെമ്മോറിയൽ. സെക്കൻഡ് സ്പോട്ട്, രണ്ടാമതായി നമ്മൾ വന്നിരിക്കുന്നത് കൊൽക്കത്തയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കേബിൾ ബ്രിഡ്ജിലാണ് കേട്ടോ. വിദ്യാസാഗർ സേതു അഥവാ ഹുഗ്ലി പാലം എന്നും പറയും. പശ്ചിമ ബംഗാളിലെ ഹുഗ്ലി നദിക്ക് കുറുകെ 822 മീറ്റർ നീളമുള്ള 6 വരി കേബിൾ സ്റ്റേറ്റ് പാലമാണിത്. കൊൽക്കത്ത ഹൗറ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണിത്. 1992 ഇതിന്റെ ഉദ്ഘാടനം. ആ സമയത്ത് ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ പാലം കൂടിയായിരുന്നു ഇത്. അപ്പോൾ നെക്സ്റ്റ് ടൈം കൽക്കട്ടയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഹുഗ്ലി ബ്രിഡ്ജ് മറക്കണ്ട. ഇതാണ് നമ്മുടെ മമതാ ബാനർജിയുടെ ഓഫീസ് എന്നാണ് കേട്ടോ. കൊൽക്കത്തയിൽ വന്നാൽ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പാലമാണ് എൻ്റെ മുന്നിൽ കാണുന്നത്, കൊൽക്കത്ത ഹൗറ ബ്രിഡ്ജ്. കൊൽക്കത്തയും ഹൗറയും ബന്ധിപ്പിച്ചുകൊണ്ട് ഹുഗ്ലി നദിക്ക് കുറുകെയുള്ള ഉരുക്കു പാലമാണ് ഹൗറ ബ്രിഡ്ജ് എന്നുള്ളത്, അഥവാ രവീന്ദ്ര സേതു എന്നും ഇതിനെ അറിയപ്പെടുന്നു. 1942 പണി പൂർത്തിയാക്കിയ പാലത്തിന് 1965 രവീന്ദ്ര സേതു എന്ന പേര് നൽകിയത്. കൊൽക്കത്തയിലെ അടുത്ത അതിശയത്തിന്റെ മുന്നിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ITC റോയൽ ബംഗാൾ എന്ന് പറയുന്ന 5 സ്റ്റാർ ഹോട്ടലിന് മുന്നിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ പ്രൗഢി അല്ലേ! കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്, പ്രത്യേകിച്ചും രാത്രിയിൽ. ഇതൊരു 5 സ്റ്റാർ ലക്ഷറി ഹോട്ടലാണ്. ടോട്ടൽ 456 റൂംസ് ആണ് ഇതിനകത്തുള്ളത്. വാവ്! അതുപോലെ തന്നെ 7 ഡൈനിങ് ഏരിയാസും ഉണ്ടെന്നുള്ളതാണ്. യെസ്, ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് കൊൽക്കത്തയുടെ ഒരു ഏരിയൽ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. യെസ്, നമ്മളിന്ന് ഡിന്നർ കഴിക്കാൻ പോകുന്നത് എവിടെയെന്ന് അറിയാമോ? അതിൻ്റെ മുകളിൽ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡിന്നറും ഒപ്പം തന്നെ എവൻ്റെ ബർത്ത്ഡേ ആണ്. ആ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകണം. യെസ്, അപ്പോൾ കൊൽക്കത്തയിലൊക്കെ വന്നാൽ ലഞ്ച് കഴിക്കാനുള്ള ഡിന്നർ കഴിക്കാൻ ഒരു കിടിലൻ പ്ലേസ് ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ. അതാണ് വിശ്വ ബംഗ്ലാ ഗേറ്റ് കേട്ടോ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൈയിൽ ഇരുന്നിട്ടാണ് നമ്മളിന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എർത്ത് എന്ന് പറയുന്നത് താഴെയാണ്. വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ടോ?
മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു. അപ്പം നമ്മൾ അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യാണ്, കട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ഹാപ്പി അല്ലേ, പൊളിയല്ലേ? യെസ്, അപ്പോൾ കൊൽക്കത്തയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് നമ്മൾ കേക്ക് കട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു പീസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഫുള്ള് നമുക്ക് റൗണ്ട് ചെയ്ത് കൊൽക്കത്ത സിറ്റി ഇങ്ങനെ ഫുള്ള് കാണാമെന്നുള്ളതാണ്. കൊൽക്കത്തയിലൊക്കെ വരുമ്പോൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു കിടിലൻ ഡൈനിങ് പ്ലേസ് ആണത്. യെസ്, അടുത്തത് നമ്മൾ കൊൽക്കത്തയിലെ മൗലാലി യുവകേന്ദ്രയിൽ വന്നിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ ഗ്ലോബൽ ഫിലിം അവാർഡ് നടക്കുന്നത് കേട്ടോ. ഗംഭീരമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഏകദേശം 6 കോണ്ടിനെൻസും 63 കൺട്രീസും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കിടിലൻ പ്രോഗ്രാമാണ്. ഇതിൻ്റെ ജൂറീസ് എന്നൊക്കെ പറയുന്നത് പോലും എല്ലാം ഫോറിനേഴ്സാണ് കൂടുതലും. സോ ആ ഒരു ഗ്രാൻഡ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനും അതിൽ നമ്മളൊരു അവാർഡ് വാങ്ങാനുമാണ് വന്നിരിക്കുന്നത്. 2 days ആയിരുന്നു ഫംഗ്ഷൻ. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് കൺട്രീസിൽ നിന്നുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിനെ കാണാനും അവരോട് എക്സ്പീരിയൻസ് ചെയ്യാനും അതുപോലെ തന്നെ അവരിൽ നിന്നൊക്കെ പല പാഠങ്ങളും പഠിക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളതാണ്. Sabadeep Varkala is here with us, ladies and gentlemen. Please clap for him. He's from Kerala, India, for the movie The Lone Sandals of the Need Reporters. ശബരി വർക്കലയാണ്. ഫൈനലി ഒരു ഗ്ലോബൽ അവാർഡ് കൂടി നമ്മൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഞാൻ ഡയറക്റ്റ് ചെയ്ത ദ ലോൺ സെന്റിനൽസ് ഓഫ് നീൽഗിരി ഫോറസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഡോക്യുമെന്ററിക്കാണ് ഈ ഒരു ഗ്ലോബൽ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഇതിനു മുന്നേ നമുക്ക് 8 ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമുക്കൊരു ഗ്ലോബൽ അവാർഡ് കിട്ടിയത്. സോ ആ ഒരു അഭിമാന നിമിഷം നിങ്ങളോടൊക്കെ സന്തോഷപൂർവ്വം ഷെയർ ചെയ്യാണ് കേട്ടോ. യാത്രയാണ് എനിക്ക് ഈ അവാർഡുകളൊക്കെ സമ്മാനിച്ചത് കേട്ടോ. എൻ്റെ യാത്രകളിലൂടെ ഞാൻ നടന്ന വഴികളിലൂടെയാണ് ഞാൻ ഈ സ്റ്റോറികളൊക്കെ കണ്ടെത്തിയതും ഒടുവിൽ അതൊക്കെ ഇങ്ങനെ അവാർഡുകളായിട്ട് മാറിയത്. അപ്പോൾ ആ യാത്ര ചെയ്യാൻ എന്നോടൊപ്പം കുട്ടിക്കാലം മുതലുണ്ടായിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഈ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. എന്തായാലും ഈ ഒരു ചരിത്ര നിമിഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഒപ്പം തന്നെ ഡോക്യുമെൻ്ററി ഇറങ്ങിയിട്ട് 1 വർഷമായിരിക്കണം കേട്ടോ. ഈ 1 വർഷം 14 അവാർഡുകളാണ് ഇത് വാരിക്കൂട്ടിയത്. അടുത്ത ഡോക്യുമെൻ്ററി ഡിസംബറിൽ റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ അതിനും എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. കൊൽക്കത്തയിലേക്ക് ട്രിപ്പ് പോകാൻ നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തേക്ക്. അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഒപ്പം തന്നെ ഇത്തരം വീഡിയോസിനായിട്ട് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട.